ഷവർമ ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല എന്ന കാരണത്താൽ കട ഉടമയെയും തൊഴിലാളികളെയും മർദ്ദിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്ത കേസിൽ ഒരാളെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പരവൂർ കോങ്ങാൽ കോളച്ചേരിയിൽ സഹീറാണ് പരവൂർ പോലീസിന്റെ പിടിയിലായത്. സഹീറും ബന്ധുവായ യുവാവും കൂടി നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ഫുഡ് വിൽപ്പന കേന്ദ്രത്തിലെത്തി ഷവർമ ആവശ്യപ്പെട്ടു. അപ്പോൾ ഷവർമ ഇല്ല എന്നും നിലവിലുള്ളത് വിൽപ്പന നടത്തി കഴിഞ്ഞതാണെന്നും കട ഉടമ സോണിയ അറിയിച്ചു. എന്നാൽ മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ തട്ടിക്കയറുകയും മറ്റൊരാൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഷവർമ എടുക്കാൻ ശ്രമവും നടത്തി. ഇത് തടഞ്ഞ ഉടമയെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും കയ്യിൽ കടന്നു പിടിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു. ഇത് തടയാനെത്തിയ തൊഴിലാളികളെയും മർദ്ദിക്കുകയും ഷവർമ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് വെട്ടാനും മുതിർന്നു. ശേഷം ഷവർമ മെഷീനും മറ്റും കേടുവരുത്തുകയും ചെയ്തു. നാട്ടുകാർ ഓടിക്കൂടിയതോടെ പ്രതികൾ കത്തിയുമായി വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു. ശേഷം ഒളിവിൽ പോയ പ്രതികളിൽ സഹീറിനെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇതറിഞ്ഞ പ്രതികളുടെ സുഹൃത്തുക്കളിൽ ചിലർ കടയിലെത്തി കേസ് പിൻവലിക്കണമെന്നും ഇല്ല എങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്നും കച്ചവടം നടത്താൻ അനുവദിക്കില്ല എന്നും ഭീഷണിപ്പെടുത്തിയതായും കടയുടമ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രതിയെ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം പരവൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരവൂർ SHO ദീപുവിൻ്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിഷ്ണു സജീവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജു, സച്ചിൻ നെൽസൺ തുടങ്ങിയവരാണ് പ്രതിയെ പിടികൂടിയത്. രാത്രി ഒരു 10 മണിയായി കാണും. അപ്പോൾ 2 ഷവർമ മേടിക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ വന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആകെ 2 ഷവർമയ്ക്കുള്ള മീറ്റേ ഉള്ളൂ. നമ്മളത് നേരത്തെ ഓർഡർ എടുത്ത് വെച്ചപ്പോൾ മെൻസിറ്റി കൊടുക്കാനായിട്ട്. അപ്പൊ ഇവര് വന്ന് ഷവർമ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് ഷവർമ ഇല്ല, അത് ഓർഡറാണ്. അപ്പൊ ഇവര് ഞാൻ ഷവർമ തരൂലെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അത് ഓർഡറാണ്, ഞങ്ങൾ ക്യാഷ് വാങ്ങിച്ചു പോയി, അതുകൊണ്ട് വേറെ മാറ്റി തരാൻ പറ്റൂല. അപ്പോൾ അണ്ണൻ ഷവർമ മേക്കർ ഷവർമ എടുത്ത് അതുകൊണ്ട് നമ്മുടെ കൗണ്ടർ ലേപ്പിച്ചു, അപ്പുറത്തെ മെൻസിറ്റിയിൽ നിന്ന് പുള്ളി വരുമ്പോൾ കൊടുക്കാനായിട്ട്. ഉടനെ ഇവൻ കൗണ്ടറിൽ കയറി വന്നിട്ട് അത് ഷവർമ, ആ ഷവർമ ഞങ്ങൾക്ക് വേണം, അതിന്റെ ആളില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അത് തരാൻ പറ്റത്തില്ല, നമ്മൾ ഓർഡർ എടുത്ത ഷവർമയാണ്, ഞങ്ങളെ വേറെ ഇല്ല, തരില്ല. ആള് നല്ല കുടിച്ചിട്ടുണ്ട്, രണ്ടുപേരും നന്നായി മദ്യപിച്ചിട്ടാണ് വന്നത്, തരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഇവൻ വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. വളരെ മോശം എന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പറയാൻ പാടില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. അത് കേട്ടപ്പോഴത്തേക്ക് ഷവർമ മേക്കർ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് പറഞ്ഞ് എന്തുവാ കടയ്ക്കകത്ത് വന്ന് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ച ഉടനെ എന്നെ വിട്ട് ആ പുള്ളിയുടെ നേർക്കങ്ങായി. ഉടനെ കഴുത്തിൽ പിടിച്ച് പുറത്തോട്ട് വലിച്ചിട്ട് അവിടെ ഷവർമ അരിയുന്ന വലിയ വാളുകണക്കുള്ള കത്തിയുണ്ട്, ആ കത്തി എടുത്ത് ആ പുള്ളിയെ തന്നെ വെട്ടാൻ ശ്രമിക്കുന്നു. ഷവർമ മെഷീന്റെ ബർണർ കമ്പി, അത് സിനിമ സ്റ്റൈലിൽ ബന്യനൂരി കമ്പി വലിച്ചൂരി ബർണർ നശിപ്പിക്കുന്നു. ഷവായി മെഷീന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു. മൊത്തത്തിൽ കട നശിപ്പിച്ച് എല്ലാവരും സ്റ്റാഫുകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോഴത്തേക്കാണ് 112 വിളിച്ച് പോലീസ് എത്തും മുമ്പ് തന്നെ അടുത്തുള്ളവരൊക്കെ ഓടി വന്നു. അവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവന്മാർ ആ കത്തിയും കൊണ്ട് തന്നെ രക്ഷപ്പെട്ട് കളഞ്ഞു. ഇതിന് രാവിലെയാണ് പിന്നെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നത്. രാവിലെയാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്. രാത്രി തന്നെ പോയി സാറിനോട് കാര്യം പറഞ്ഞു. അപ്പൊ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്, രാവിലെ വന്ന് റിട്ടേൺ കംപ്ലൈന്റ് തരാൻ പറഞ്ഞു. രാവിലെ കംപ്ലൈന്റ് ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ വ്യാപാര വ്യവസായിയുടെ ഇതിൽ അറിയിച്ച് നമ്മുടെ ഊട്ടുപുരയുടെ മുതലാളി അണ്ണനെ കണ്ട് നേരിട്ട് കാര്യം പറഞ്ഞ് ലൗലിയാണ് എൻ്റെ അടുത്ത് സഹീർക്കാരത്ത് പറഞ്ഞ് അവരെല്ലാം ഇന്നലെ രാത്രി വന്ന് നല്ല സഹകരണമായിരുന്നു. വ്യാപാര വ്യവസായത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സഹകരണമാണ് അവരുടെ സൈഡിൽ നിന്നുണ്ടായത്. അവരെല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുകയും ഒരൊത്തുതീർപ്പിനും ശ്രമിക്കേണ്ട, മോളുടെ കൂടെ ഞങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുകയും എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുകയും ചെയ്തു. ഈ നിമിഷം വരെ അവരെല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതിനുശേഷം ഇന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായി കഴിഞ്ഞതിന് ശേഷം അവന്റെ 2 കൂട്ടുകാർ പിന്നും വന്നു. ഉച്ചയ്ക്ക് ഒരു 3 മണി കഴിഞ്ഞപ്പോൾ വന്ന് ഞാൻ കേസ് പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയും, കട കത്തിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. അത് ഞാൻ ഇവരെല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്.